അപ്പോൾ ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി തയ്യാറായി നിൽക്കുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡൽഹിയിലെ സ്ഥിതി, അവിടെ അന്തരീക്ഷ മലിനീകരണം ഒരു വലിയ പ്രശ്നമായി വീണ്ടും മാറുന്നു. എനിക്ക് തോന്നുന്നു ആ ദീപാവലി സമയത്ത് തുടങ്ങിയതാണ് രൂക്ഷമായ രീതിയിലുള്ളൊരു വായു മലിനീകരണം. അതിപ്പോഴും മാറാതെ നിൽക്കുന്നു. അതിനെന്താണ് പ്രധാനപ്പെട്ട കാരണം? എങ്ങനെയാണ് സർക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത്? മറ്റെന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അത് ജനങ്ങളുടെ ജീവിതത്തെ മുൻപ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നു ഇത്തവണ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ പ്രസിദ്ധമായ അക്ഷർധാം ക്ഷേത്രത്തിന്റെ പരിസരത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ക്ഷേത്രം ഏതാണ്ട് 200 മീറ്റർ അകലെ മനോഹരമായ ആ നിർമ്മിതിയുണ്ട് എങ്കിൽ പോലും നമുക്കത് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ അന്തരീക്ഷ മലിനീകരണം തന്നെയാണ്. അത്രത്തോളം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ കെട്ടി നിൽക്കുന്നുണ്ട് ഇത്തവണ. പ്രധാനമായും പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഇത്രത്തോളം രൂക്ഷമായ ഒരു അവസ്ഥയുണ്ടായത്. എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് ദീപാവലിക്ക് ഇത്തവണ പടക്കങ്ങൾ പൊട്ടിച്ച് അതിഗംഭീരമായി ജനങ്ങൾ ആഘോഷിച്ചു. ഇത് അന്തരീക്ഷ മലിനീകരണത്തെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത് ഈ മലിനീകരണത്തിന് കാരണമായിരിക്കുന്നത് PM 2.5 മൈക്രോൺസ് വലിപ്പമുള്ള, അതായത് അതിസൂക്ഷ്മമായ പൊടിപടലങ്ങളാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക്, ശ്വാസകോശത്തിലേക്കും പിന്നീട് രക്തത്തിലേക്കും വരെ പടരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെയുള്ള മോർണിംഗ് വാക്കുകൾ, ഓട്ടം, പുറത്ത് അധിക സമയം ചെലവഴിക്കരുത് തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ആരോഗ്യ വിദഗ്ധർ നൽകിയിട്ടുണ്ട്. ഭൂരിഭാഗം ജനങ്ങൾക്കും കണ്ണരിച്ചിൽ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അടക്കമുള്ളവ ഉണ്ട് അടുത്തിടെ ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെ ആശുപത്രികളിലെല്ലാം തന്നെ ഇത്തരം അലർജി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് കാരണം പ്രധാനമായും ഈ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് എന്നാണ് സർക്കാരുകൾ ആരോപിക്കുന്നത്. അത് പഞ്ചാബും ഹരിയാനയും ഉത്തർപ്രദേശിലെയും സർക്കാരുകൾക്കാണ് ഈ ആരോപണങ്ങൾ വരുന്നത് എങ്കിൽ പോലും അവർ, കർഷക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇത് അതിസൂക്ഷ്മമായ പൊടിപടലങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ കാർഷികാവശിഷ്ടങ്ങളല്ല, മറിച്ച് അതിനേക്കാൾ കൂടുതൽ ഡൽഹിയുടെ മലിനീകരണത്തിന്റെ 51% ഉണ്ടാകുന്നത് ഫാക്ടറി, ഒപ്പം തന്നെ അതിനേക്കാൾ കൂടുതലായി വാഹനങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന ഇത്തരം പൊടിപടലങ്ങൾ, പുക എല്ലാമാണ് എന്നുള്ളതാണ്. ഇത് വലിയ തർക്കത്തിനും ചർച്ചയ്ക്കും വഴിവെച്ചിരിക്കുന്നു. എന്നാൽ ഈ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ഫലം കാണുന്നു എന്ന് തന്നെയാണ് ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ വിലയിരുത്തുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. വെള്ളം തളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഡൽഹിയിലെ മലിനീകരണം പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ആ ഡൽഹിയിലെ മലിനീകരണം കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ഇതിന് ഓടി വന്നേ മൈക്കൊന്ന് ഓൺ ചെയ്ത് കൊടുത്തേ. ഇതിന് ഈ അടുത്തിടെ ഡൽഹിക്ക് പോയിരുന്നില്ലേ? അപ്പൊ ഈ ഡൽഹിയിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ സുഖമായിട്ട് നടക്കുന്നു, ഇവിടെയും മലിനീകരണം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡൽഹിയിലെ അവസ്ഥ ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയുമോ? ഡൽഹിയിൽ നമ്മൾ ചിന്തിക്കലപ്പുറമാണ് അവിടുത്തെ മലിനീകരണം. കാരണം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ദൃശ്യം, അതായത് നമുക്ക് ഒരു ദൂരപരിധിയെല്ലാം തന്നെ നമുക്ക് സുഖമായി കാണാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് തൊട്ടടുത്തേക്കുന്ന ആളുകളെ പോലും, ഇനിയിപ്പോൾ തണുപ്പ് സീസൺ വരാൻ പോയാണ്, തൊട്ടടുത്തേക്കുന്ന ആളുകളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവിടുത്തെ മലിനീകരണം. അതുമാത്രമല്ല, ശ്വാസതടസ്സം പോലുള്ള നമ്മുടെ ആരോഗ്യ പ്രശ്നം വളരെ ഗുരുതരമാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുക. കാരണം 400 മുകളിലാണ് പലപ്പോഴും ഡൽഹിയിലെ വായു മലിനീകരണ തോത്. നമുക്കറിയാം 200 മുകളിൽ തന്നെ പോയാൽ തന്നെ ആരോഗ്യ പ്രശ്നത്തിലേക്ക് കടക്കുക. 400 മുകളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ആ നില? നമ്മൾ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണെന്ന് കൂടെ ഓർക്കണം അല്ലേ?